ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. മുതലാളി. ഹലോ മുതലാളി. ടിബു, എന്തോ? നീ എന്തൊക്കെയാണ്? ഞാൻ പശുവിന് വെള്ളം കൊടുക്കുന്നു. പശുവിന് കാര്യം കൊടുത്താ? കൊടുത്തു. ജിമ്മിക്ക് ബീഫ് മേടിച്ചു കൊടുത്താ? ബീഫ് മേടിച്ചു കൊടുത്താ കഴിച്ചോണ്ടിരിക്കണു. ചെടിക്ക് വെള്ളം ഒഴിച്ചാടാ? ചെടിക്ക് വെള്ളം ഒഴിച്ചോണ്ടിരിക്കണു. ആ ചീരക്ക് വെള്ളം ഒഴിച്ചാ? ചീരക്ക് വെള്ളം ഒഴിച്ചില്ല, വാഴക്ക് വെള്ളം ഒഴിച്ചു. എടാ വാഴക്കാണ് വെള്ളം ഒഴിക്കുന്നത്, ചീരക്കല്ല ഒഴിക്കേണ്ടത്. വാഴ നനയുമ്പോ ചീര നനയുന്നാണല്ലോ പഴഞ്ചൊല്ല്. എന്നിട്ട് വാഴക്ക് വെള്ളം ഒഴിച്ചു. എടാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടാ. എനിക്ക് സർപ്രൈസാ? സർപ്രൈസ് അല്ല, സർപ്രൈസ്. എന്നാ പറ മുതലാളി. പോടാ, വെച്ചിട്ട് പോടാ, നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോകും. ബാക്കിയുള്ള ഫുഡ് വെച്ചൊന്നും തിരക്കൂല. പട്ടിക്കും പൂച്ചക്കും കൊടുത്താന്നാണ്, വേറെ പണിയില്ലേ. ഹലോ ഹലോ. എടാ ഷിബു, നീ എവിടാ? ഞാൻ മുതലാളി വീട്ടിൽ ജോലിയില്ല. എടാ നിന്റെ മുറപ്പെണ്ണെ കെട്ടിച്ചെന്നാരി എന്തോ എടാ? അതൊക്കെ നടക്കൂലടാ. എടാ എനിക്ക് സ്വത്തും പണൊന്നും ഇല്ലെന്നും പറഞ്ഞ് അമ്മായി സമ്മതിക്കൂലല്ലോ കല്യാണത്തിന്. ഞാൻ കാരണം ഇവിടെ വേലക്ക് നിൽക്കുമല്ലോ. അപ്പൊ പോരാ, എന്നെ ഇതൊന്നും പോരാ അവർക്ക്. എടാ അവിടെയാടാ നീ കൂട്ടുകാരന്റെ വില മനസ്സിലാക്കാം. എന്ത്? എടാ നിന്റെ അമ്മായിയോട് ഞാൻ പറഞ്ഞു നീ നല്ല വെൽ സെറ്റപ്പ് ജീവിക്കുക, കോടീശ്വരനായിട്ട് പണക്കാരനായിട്ട് ജീവിക്കുക ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട്. എടാ പണക്കാരന്റെ വീട്ടിൽ വേലയെടുത്ത് ജീവിക്കുമല്ലോ, ഞാൻ പണിയെടുത്ത് ജീവിക്കല്ലോ. നീ എന്തിനാ അങ്ങനെയൊക്കെ തള്ളാൻ പോയത്? നിന്റെ മുതലാളി ഇപ്പോൾ ഇവിടെ ഉണ്ടോ? മുതലാളി ഒരു 2 മാസം കഴിയും വരുമ്പം. അതുവരെ നീയാണല്ലോ മുതലാളി. ഞാൻ ഇവിടുത്തെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ നിൽക്കണല്ലേ. എടാ അവര് വരുമ്പോ ഈ വീട് നിന്റെതാണ്, ഈ സ്വത്ത് നിന്റെയാണെന്ന് നിനക്കങ്ങ് പറഞ്ഞാ പോരെ? ആര് വരുമ്പം? അമ്മായി വരുമ്പം. എന്നെ അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ടോ? എടാ അമ്മായിയുടെ വഴിയും പറഞ്ഞു കൊടുത്ത അമ്മായിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവരിപ്പോ ഇവിടെ എത്തും. എടാ നീ എന്ത് പരിപാടിയാടാ കാണിച്ച്? ഇതൊക്കെ ശരിയാവൂലടാ, ഇത് പൊളിയും, നാടകം പൊളിയും. നിനക്ക് അവളെ കെട്ടണോ? എത്തണം. എന്നാ ഈ പരിപാടി ചെയ്താൽ മതി. നിനക്ക് അവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാടാ. അപ്പൊ മുതലാളിയുടെ ശരി നോക്കട്ടെ. ഈ മുതലാളി അമ്മായി വരുമ്പോ മുതലാളിയാകണേ. 2 മാസം മുതലാളി ഇല്ലല്ല, ഞാനങ്ങ് മുതലാളിയാ. ചിലപ്പോ സന്ധ്യനെ കെട്ടിച്ച് തന്നാലേ. ആഹാ, ചൊറിച്ചിലാണേലും ഇടാൻ നല്ല സുഖം. ഷിബുവേ, ഷിബു എന്ന് പറഞ്ഞ ഇവിടൊക്കെ ഭയങ്കര കോമഡിയാണോ? ഷിബുവേ, ഷിബുവേ, അമ്മായി എപ്പോ വന്നു? ഞാനിപ്പോ വന്നേയുള്ളൂ. ഞാൻ എന്തോ ഈ കാണുന്നേ? ഞാൻ ഇങ്ങനെയാണ്. നീ എന്താ മക്കളെ ഈ മാക്സി ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നേ? ഇത് മാക്സി അല്ലത്, പണക്കാർ അവരിടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ശരിക്കും നിനക്ക് പണമൊക്കെ ഉണ്ടോ? പിന്നെ ഇട്ടുമൂടാനുള്ള സ്വത്ത് എന്തല്ല. അയ്യോ എന്റെ പൊന്നോനെ, എനിക്ക് എന്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇത് ഇത്ര സെറ്റപ്പ് നീ ഇങ്ങനൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞപ്പോഴേ മോനെ, ഇത് എത്ര ഏക്കറാ? ഇത് 5 ഏക്കറുണ്ട്. 5 ഏക്കറോ? എന്റെ മോനെ, അപ്പൊ ഈ വീട് എത്ര സെന്റാ മോനെ? ഈ വീട് സെന്റ് അല്ല അമ്മ, ഈ വീട് സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് 7500 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. അയ്യോ നമുക്ക് 750 അല്ലേ ഉള്ളു. അത് ലൈഫിന്റെ വീടൊക്കെ അത്രേ ഉള്ളൂ. അല്ല മോനെ, അമ്മായി ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ, അവിടെ എന്താ ഒരു കുളത്തിനകത്ത് നീല വെള്ളം? തെറ്റിദ്ധരിച്ചോ? മണ്ണെണ്ണയാണെന്ന് കരുതി കാണും. അത് മണ്ണെണ്ണയല്ലത്, സ്വിമ്മിംഗ് പൂളാണ്. എനിക്ക് നീന്തി കുളിക്കാൻ വേണ്ടി. സ്വിമ്മിംഗ് പൂളോ? നീന്തി കുളിക്കുന്നോ? അയ്യോ അപ്പൊ അമ്മായിക്ക് ഒന്ന് കുളിക്കണം കേട്ടേക്കളെ. എനിക്ക് വയ്യ. എന്റെ ശിവമോന്റെ വീട്, എന്റെ ശിവമോന്റെ വസ്തു, എന്റെ ശിവമോന്റെ ഏക്കർ. ശിവമോന്റെ നിക്കറോ? അല്ലല്ല, ശിവമോന്റെ ഏക്കർ ഇങ്ങനെ കിടക്കുക. എന്തോരം സ്ഥലങ്ങളാ. ഞാൻ എന്റെ സന്ധ്യമോളെ നിന്നെ പ്രേമിച്ചെന്ന് പറഞ്ഞ് എന്തോരം അവിടെ ചന്തിക്ക് ചട്ടുവും പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നീ ചെന്നിട്ട് വേണം എനിക്ക് ഇതിന്റെ പ്രായശ്ചിത്തം ചെയ്യാന്. അതെങ്ങനെ അവിടെ ചന്തിക്ക് വെച്ച് ചട്ടി എടുത്ത് അമ്മായിട്ട് ചന്തിക്ക് വെക്കൂ? അങ്ങനല്ല, ഈ വരുന്ന ചിങ്ങം 17-ാം തീയതി എന്റെ ശിവമോന്റെ സന്ധ്യമോടെ കല്യാണം ഞാനങ്ങ് നടത്തും. അമ്മായി ഒരുമാതിരി കാര്യം പറയരുത്. എനിക്ക് സ്വത്തും പണമില്ല എന്ന് പറഞ്ഞ അമ്മായി മകളെ കെട്ടിച്ചേരാനാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചെന്തിനാണെന്നറിയാമോ? എനിക്ക് അവളെ കെട്ടാൻ വേണ്ടിയാണ്. ഇനി വാക്ക് മാറ്റരുത്. കനാലത്തിന്റെ മൂലയിലെ വിലാസിനെയാണ് പറയുന്നത്. ഈ വരുന്ന ചിങ്ങം 17-ാം തീയതി എന്റെ ശിവമോന്റെ സന്ധ്യമോടെ കല്യാണം ഈ വിലാസിനെ നടത്തിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം.
ഉറപ്പാണോ? ഉറപ്പ് മക്കളെ. കല്യാണം കഴിച്ച് തരുവാ? നീ ഉറപ്പിച്ചോ? അല്ല, എനിക്ക് ഇഷ്ടം പോലെ സ്വത്തും ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ടിട്ടൊന്നും അല്ലെങ്കിലും അമ്മായി കല്യാണം കഴിച്ച് തന്നിരിക്കും. ആണോ? എന്റെ മോനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ കുറെ റെമ്പൂട്ടാനൊക്കെ കണ്ടമ്മായി. അമ്മായി അതൊക്കെ പറിച്ചെടുത്ത് ചാക്കിൽ കെട്ടി കൊണ്ടുപോട്ടെ. ചക്ക ഇട്ടോട്ടെ, ചക്ക ഇട്ടോ, തേങ്ങ പറിച്ചോട്ടെ, ടെമ്പോ വിളിക്കട്ടെ. കല്ലിടായിരുന്നാ മാത്രം മതി. എല്ലാം കൊണ്ടോ മോനെ. സന്ധ്യ ഞാനൊന്ന് വിളിക്കട്ടെ. വിളിക്ക്. മക്കളെ, ശിവമോൻ ഭയങ്കര സെറ്റപ്പിലാ ജീവിക്കുന്നേ. ഒന്നും പറയണ്ട മക്കളെ എന്തൊക്കെ ചെയ്യുന്നു? ഞാന് വൈകുന്നേരം ചാരിറ്റി ഒക്കെ ചെയ്യുന്നു. ആ ചാരിറ്റി എന്തോ അത് ഈ പാവപ്പെട്ടവർക്കൊക്കെ പൈസ കൊടുക്കുന്നു. അത് തന്നെ ഭയങ്കര സെറ്റപ്പ് മോനെ. സദ്യമോളെ നീ രക്ഷപ്പെട്ട് ശിവമോനെ കേട്ട് സുഖമായിട്ടങ്ങ് ജീവിക്കണം. ഞാൻ മക്കളെ വെച്ചോ ഞാൻ ഇവനോട് 2 വർത്താനം പറഞ്ഞിട്ട് ഞാനൊന്ന് ഇറങ്ങട്ടെ. പൊന്നുമോനെ, അമ്മായി ആണെങ്കിലേ ഇവിടുത്തെ സ്ഥലം എല്ലാം ഒന്ന് കണ്ടേച്ച് വരട്ടെ. എല്ലാം കണ്ട് തൃപ്തിപ്പെട്ട് സാവധാനമൊക്കെ വന്നാ മതി. എന്റെ ശിവമോന്റെ വസ്തു, എന്റെ ശിവമോന്റെ വീട്, എന്റെ ശിവമോന്റെ ഏക്കർ അവിടെ കിടക്കട്ടെ. ഒരു കാര്യം ചെയ്യും, അമ്മായി റിലാക്സ് ചെയ്യ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി വാക്ക് മാറ്റരുത്. ഞാൻ പറഞ്ഞല്ലോ, വാക്ക് മാറ്റത്തില്ല. 17-ാം തീയതി നടത്തി തന്നെ. കനാലിന്റെ മൂലയിലെ വിലാസിലേക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ. ചിങ്കമ്പണ്ണേനും നിന്റെ സന്ധ്യയുടെ കല്യാണം. ഇതൊന്ന് കാണട്ടെ പോലെ. ഈ തള്ളനെ ഇത് എവിടെ നിന്ന് ഇങ്ങനെ ഒഴിവാക്കും? 1 മാസത്തിനുള്ളിൽ കല്യാണം നടക്കും, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവളെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വിഷയമല്ല, അത് വിഷയമല്ല. ഇപ്പൊ അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ഈ തള്ളക്കാളെ മനസ്സിലാകാത്തത്. കാശും പണമില്ലാത്തവന് പെണ്ണ് കിട്ടിയാലും ആര് പറഞ്ഞു കിട്ടിയാലും. യെസ്, ഷിബുവേ. മുതലാളി എന്താ ഇവിടെ? മുതലാളി, പിന്നെ ഞാൻ എന്റെ വീട്ടിലില്ലാണ്ട് ഞാൻ വേറെ വല്ലയിടത്തും പോയിക്കണ്ടല്ലോ. അല്ല മുതലാളി, ഇപ്പൊ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞില്ല സാധാരണ വരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ഒരു പ്രശ്നം ഉണ്ടല്ലോ? ഒന്നുമില്ല. ഇതെന്താ ഇതൊക്കെ എടുത്തിട്ടിരിക്കണം? എന്തിനിട്ടിരിക്കണം? ഇത് ഞാൻ ആരോട് പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്തിട്ടിരിക്കണം? അത് തന്നെ, ഇതെന്തിനാ അയച്ചിട്ടേ? അല്ല അയച്ചിട്ട് അതെന്താണെന്നറിയാമോ? വെറുതെ ഒരു അഭിനയിക്കാൻ ഒരു മോഹം. അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതെന്നാന്ന് ഞാൻ പറയട്ടെ. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? മുതലാളി ഒന്ന് സഹകരിക്കണം. ഒരു കാര്യം പറഞ്ഞ അല്ലല്ല എന്നാന്നറിയാമോ മുതലാളി? പിന്നെ മുതലാളിക്ക് പണ്ടൊരു പ്രേമയില്ലായിരുന്നു? ഉണ്ടായിരുന്നു. ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അവരെന്തോ മുതലാളിനെ വിട്ടിട്ട് പിണങ്ങി പോയി. അവളെ തേച്ചിട്ട് പോയപ്പോഴത്തേക്ക് മുതലാളി ഇന്ന് വരെ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല. മുതലാളി അവളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയൂല്ലേ? വിട്ടേമെന്ന് അന്ന് മുതലാളിക്ക് എന്തായിരുന്നു കല്യാണം കഴിച്ച് തരാഞ്ഞത്? എടാ, ഞാൻ അവളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് ആ പെണ്ണെ കെട്ടിച്ചേരായിരുന്നത്. പക്ഷെ ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ ബംഗ്ലാവ് ഉണ്ടാക്കിയില്ലേ? പക്ഷെ ഞാൻ ഇന്നേവരായിട്ട് അവളെ മറന്നിട്ടില്ല. ഇപ്പോഴും ഉണ്ടല്ല, അവൾ എന്റെ നെഞ്ചിലാണ്. നിനക്കറിയാം, ഞാൻ കല്യാണം പോലും കഴിച്ചില്ല. നെഞ്ചിലാ. ടാറ്റു അടിച്ചു വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ അവളുടെ നെഞ്ചിലേക്ക് ഞാൻ കൊണ്ടു നടക്കാൻ അവളാ. അത്രയ്ക്ക് ജീവൻ എനിക്ക് അവള്. അതുപോലെ ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട്. എന്ത് പ്രശ്നം? അതായത് ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമാണ്. അപ്പൊ അമ്മായിയുടെ മോളാണ്. അപ്പൊ അമ്മായി കല്യാണം കഴിച്ച് തരൂല്ല. എനിക്ക് സ്വത്തും പണവും ഇല്ലെന്ന്. ഞാനൊരു ഒരു മരമാക്കൊരു മുതലാളിയുടെ വീട്ടിൽ പണിക്ക് നിൽക്കുകയല്ലേ? ഒരു കോഞ്ഞാട്ട മുതലാളിയുടെ വീട്ടിൽ പണിക്ക് നിൽക്കുകയല്ലേ? നിനക്ക് ആര് പെണ്ണ് തരൂടാന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ മുതലാളി എനിക്ക് വേണ്ടി സഹായിക്കും. ഞാൻ നിനക്ക് നടത്തി തരും, സഹായിക്കും. നിനക്ക് വീടും ഒന്നും ഇല്ലെന്ന് ഇവക്കരുതും. അതിന്റെ ഒരു പേരിൽ നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. 1 മണിക്കൂറത്തേക്ക് ഒന്ന് സഹായിക്കണം, അത്രയുള്ള കാര്യം. 1 മണിക്കൂർ മുതലാളി വേലക്കാരനാകണം, ഞാൻ മുതലാളിയാകും. അമ്മായി 1 മണിക്കൂർ കഴിയുമ്പോ പോകും. അതുവരെ ഒന്ന് സഹായിക്കും. ഒരു പെണ്ണ് അവളെ കിട്ടാതെ വരുമ്പോ എനിക്കുണ്ടാകുന്ന സങ്കടം അതൊന്നും മുതലാളി മനസ്സിലാക്കണം. എന്റെ വേദന പെണ്ണിന്റെ കാര്യമായോണ്ട് മാത്രം 1 മണിക്കൂർ മുതലാളി വേലക്കാരൻ. 1 മണിക്കൂർ ഒരു പെണ്ണിന്റെ വേദന. ഒരെങ്കിൽ ആ തള്ളക്ക് 2 അറ്റാക്ക് ഒക്കെ വന്നതാണ്. അത് നമുക്ക് സഹിക്കാൻ പറ്റൂല. അതാണ് തള്ളയുടെ വേലക്കാരനാകുമ്പോ 1 മണിക്കൂറല്ലേ ചോദിക്കുന്നുള്ളൂ. ശിവമോനെ, എന്തോ ഞാൻ ഒരു ടെമ്പോ വിളിച്ച് കുറച്ച് റെമ്പൂട്ടാനും കരിക്കും ഒക്കെ കൊടുത്ത് വിട്ട് കേട്ടോ. വീട്ടിലോട്ട് കൊടുത്ത് വിട്ട്. ആണോ? അത് അടുത്തിട്ട് ആരാക്കളെ ഇത്? ഇത് നമ്മുടെ ഇവിടുത്തെ വേലക്കാരൻ. വേലക്കാരനാണോ? ഇതെന്താ വേലക്കാരൻ ഇങ്ങനെ നിൽക്കുന്നേ? പിന്നെ ഞാൻ ഇവിടുത്തെ പണിക്കാരെയൊക്കെ അങ്ങനെ സെറ്റപ്പിൽ നിൽക്കണം. എന്റെ വില കളയരുതല്ലോ. നിനക്കറിയത്തില്ല വേലക്കാരെ എങ്ങനെ നിലക്ക് നിർത്തണ്ടെന്ന് നിനക്കറിയത്തില്ല. മക്കളെ കൊണ്ട് മാറി, ഞാൻ കാണിച്ചു തരാം. മക്കളെ കൊണ്ട് മാറി, ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ ഇങ്ങനെ ഈ വേഷത്തിൽ വന്നിരിക്കുന്നേ? ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ല അമ്മായിയുടെ മുമ്പ് അങ്ങനെ നിൽക്കരുത്. അടിച്ചതിന്റെ
എങ്ങനെ നിൽക്കുന്ന എങ്ങനെ നിൽക്കണം? അമ്മായി അടിക്കരുത്. ഒരു വേലക്കാരനെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം അതൊന്നും ശരിയല്ല, ഗാർഹിക പീഡനമാണത്. നീ ഇങ്ങോട്ട് മാറി. വീടിനകത്ത് ചെരുപ്പിടാവോ? ഇല്ല. വീടിനകത്ത് ചെരുപ്പിടാവോ? ഇല്ല. വീടിനകത്ത് ചെരുപ്പിടാവോ? ചെരുപ്പിടാം. വീടിനകത്ത് കയറിക്കുന്നു. ഞാൻ അനുവദിക്കത്തില്ല. ഒരു കുഴപ്പമില്ല. വേലക്കാരന്റെ ഭാഗത്ത് നിൽക്കണം. ഒരു മണിക്കൂറത്തേക്ക് അടിച്ച് തകർത്ത് വെച്ചിരിക്കാൻ. ഒരു മണിക്കൂറത്തേക്ക് മക്കളെ ഒരു കാര്യം അമ്മായി ഒന്നും പറയണ്ട അമ്മായി. വേലക്കാരൻ അടിക്കും ഞാൻ. നീ ഇപ്പടാ ശരിക്കൊരു മുതലാളിയായിരുന്നു. അതെ അതെ. എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തോണ്ടാ. ഞാനാ നീ അല്ല ഇവിടെ ഞാനാ എടുത്തോണ്ട് കൊണ്ടുവരാനോ? ഒരു ഗ്ലാസ് മതിയല്ല? ഒരു ഗ്ലാസ് ചായ. ഗ്ലാസ് നീ അമ്മായി എന്നാലും ഒരു പണക്കാരന്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അമ്മായി അങ്ങ് അടിച്ച് പൊളിച്ച് നശിപ്പിക്കൂലല്ലോ. നമ്മൾ ഇങ്ങനെ വേണം മക്കളെ ജീവിക്കാനേ. ശരിയാണ്. നമുക്ക് ഇച്ചിരി പണവും സ്വത്തും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് എൻജോയ് ചെയ്യണം. എന്നാൽ എനിക്ക് അതൊന്നും അത്ര താല്പര്യമില്ല. അതെന്താ നിനക്ക് താല്പര്യമില്ലാത്ത? ഞാൻ സന്ധ്യേനെ കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും മലയിടുക്കിൽ പോയി ഒരു കൊച്ചു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കും. അതൊന്നും വേണ്ട. ഈ വലിയ വീട്ടിൽ പിന്നെ ആര് താമസിക്കും? മിക്കവാറും അവര് ആവശ്യം ആര്? ഞങ്ങളെല്ലാം കൂടെ. വന്നാ കൊണ്ടോ ചായ ഉണ്ടോ? ഒരു മണിക്കൂർ ചായ ചായ. പഞ്ചാര കിട്ടോ? പിന്നെ പഞ്ചാര ഇടാണ്ട് കൊണ്ടുവരാൻ പറ്റുമോ? പഞ്ചാര വെറും 350. ആർക്ക്? എനിക്ക്. എന്നിട്ട് പഞ്ചാര ഇട്ടോണ്ട് വരുമല്ലേ? അമ്മായി വേണ്ട. സാധാരണ ഏത് വേലക്കാരനെ കണ്ടാലും വിരുന്ന് വന്ന അമ്മായിമാര് വേലക്കാരന്റെ മുഖത്ത് തളച്ച വെള്ളം ഒഴിക്കും. അത് ക്ലീശേ സാധനമാണ്. അത് വേണ്ട. നമുക്ക് പുതിയ എന്തെങ്കിലും ഇടാം. എന്റെ മോൻ അത് ക്ലീൻ ഷേവ് ആന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോ ഒഴിക്കുന്നില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഈ വേലക്കാരനുണ്ടല്ലോ, ഇവനെ കാണുമ്പോ എനിക്കങ്ങ് ഇവനെ അങ്ങനെ ചെയ്യാതെ ഒരു മണിക്കൂറത്തേക്ക് എന്റെ പൊന്ന് ഭയങ്കര സംഭവിപ്പോടെ എന്തൊക്കെ കാണിക്കുന്നേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. വേലക്കാരന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ. നിനക്ക് ഇങ്ങനെ നിലയ്ക്ക് നിൽക്കാൻ നിനക്ക് അറിയത്തില്ലല്ലേ? നീങ്ങി വന്നേ വേലക്കാരൻ, നീങ്ങി വന്നേ. എന്താ ചെറുക്കാ നീ എന്തോ എന്റെ പേര്? എന്തേലും ആട്ടെ, നീങ്ങി വാ. ഇവന്റെ കാലൊന്ന് തിരുമ്മിക്കേ. ഞാനാ എടാ എന്റെ കാല് തിരുമടാ. അമ്മായി അതെ കാല് തിരുമടാ. അവിടെ ഇരിയടാ അവിടെ ഇരിയടാ കാല് തിരുമടാ. എന്താണ് ഇവിടെ കാല് തിരുമരുത്. മുതലാളി തിരുമരുത്. തിരുമ അതെ അമ്മായി ഇങ്ങോട്ട് കേട്ടെ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. ഞാൻ സന്ധ്യയായിട്ടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ചെറിയ നാടകം കളിച്ചാണ്. ഇത് ഇവിടുത്തെ മുതലാളിയാണ്, ഞാനാണ് ഇവിടുത്തെ വേലക്കാരൻ. മനസ്സിലായി? സത്യം പറയാല്ല. ഇനി കല്യാണം കഴിച്ച് തന്നില്ലെങ്കിലും വേണ്ട, ഞാനാണ് ഇവിടുത്തെ വേലക്കാരൻ. ഇത് മുതലാളി. നീയാണ് ഇവിടുത്തെ മുതലാളി. ഞാനല്ല മുതലാളി. ആ നിൽക്കുന്നതാണ് മുതലാളി. നീയാണ് ഇവിടുത്തെ മുതലാളി. ഞാൻ എങ്ങനെ മുതലാളിയാകും? നീ എങ്ങനെ മുതലാളിയാവോന്നോ? എടാ സന്ധ്യ 3 മാസം എന്റെ വയറ്റിലാക്കിയിട്ട് എന്റെ അച്ഛനും അമ്മ കല്യാണത്തിന് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് കടന്നു കളഞ്ഞവനാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോ സന്ധ്യയുടെ അച്ഛനാണ് ഇത്. നീയാണ് ശരിക്കും ഇവിടുത്തെ മുതലാളി. അപ്പൊ സന്ധ്യനെ കെട്ടി കഴിയുമ്പോ അച്ഛനുള്ളതല്ല എനിക്കുള്ളതാണല്ലോ. അപ്പൊ ശരിക്കും മുതലാളി ഞാനാണല്ലേ? രാഘവൻ ചേട്ടാ.